ഡോക്ടർ ശ്രീ സുഭാഷ് ബാബു റിട്ടയർഡ് SP ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്നത് ഈ അയാളെ സംബന്ധിച്ച് വന്ന വീഴ്ചകളൊക്കെ ശരിയാണ്, പക്ഷേ ആ വീഴ്ചകളുടെ തുടർ പരിശോധനകൾ കൃത്യമായി എന്നുള്ളതാണ്. അത് ചടുലമായി കേരള പോലീസ് അയാളെ വളഞ്ഞിട്ട് പിടിക്കുന്നതിലേക്ക് പോയി. കാരണം ബന്ധിതമായി കണക്റ്റഡായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ, കണക്റ്റഡായിട്ടുള്ള നാട്ടുകാരുടെ ദൃക്സാക്ഷികളുടെ മൊഴികൾ, ഇതൊക്കെ. കാരണം കൈരളി വാർത്താ സംഘമാണ് ആദ്യമായി 7:24 ഈ വാർത്ത ലോകത്തെ അറിയിക്കുന്നത്. അതിനുശേഷം തുടർന്ന് ഞങ്ങളുടെ വാർത്താ സംഘം കൃത്യമായി അത് ഫോളോ ചെയ്യുന്ന ഘട്ടത്തിൽ മനസ്സിലായ ചില കാര്യങ്ങളാണ്. പോലീസിൻ്റെ ചടുലമായ നീക്കം അത് ഈ ഘട്ടത്തിൽ ശ്ലാഘിക്കുന്നതാണ്. ജയിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയ്ക്കൊപ്പം കേരള പോലീസ് നടത്തിയ ചടുലമായ നീക്കം അതിനെ ശ്ലാഘിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും. കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിവരം കിട്ടാൻ കുറേ താമസിച്ചു പോയി. പക്ഷേ പോലീസ് വിവരം കിട്ടിയതിന് ശേഷം വളരെ ഉയർന്ന സമയോചിതമായി അവസരോചിതമായി പ്രവർത്തിച്ചു എന്നുള്ളത് ഈ കേസിൽ പ്രത്യേകം പ്രശംസനീയമാണ്. അപ്പോൾ അവർ കിട്ടിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഈ വിവരം, അതോടൊപ്പം തന്നെ നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ, കൈരളി ഉൾപ്പെടെയുള്ള എല്ലാ ദൃശ്യമാധ്യമങ്ങളെ സംബന്ധിച്ചും അതുകൊണ്ട് ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇദ്ദേഹത്തിൻ്റെ വിവിധ പോസിലുള്ള ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുകയും വളരെ, അതായത് ഒരു റണ്ണിങ് കമൻ്ററി പോലെ കംപ്ലീറ്റ് ബാക്കി എല്ലാ പരിപാടികളും നിർത്തിവെച്ചിട്ട് എല്ലാ ചാനലുകളും ഇത് വെച്ചുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ ഇത് സാധിച്ചു. അത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കേസായതുകൊണ്ട് ഈ ക്രിമിനലിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ മലയാളി മനസാക്ഷികളിലൊക്കെ അതിക്രൂരതയുടെ മുഖമായി നിൽക്കുന്ന ഈ ഗോവിന്ദച്ചാമി എങ്ങനെയെങ്കിലും പിടിക്കണമെന്നുള്ളൊരു വികാരം ജനങ്ങളുടെ മനസ്സിലുണ്ടാകുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ ജനങ്ങളും ഈ അവർക്ക് അഭിമുഖമായി പോകുന്ന ഓരോരുത്തരെയും പരിശോധിക്കുകയും വീക്ഷിക്കുകയും അതിൽ സംശയമുണ്ടായ ആളുകൾ അപ്പോൾ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് അപ്പോഴപ്പോൾ തന്നെ വളരെ ക്ഷിപ്രവേഗത്തിൽ തന്നെ അത് പരിശോധിക്കുകയും അതിനകത്തിൽ ശരിതെറ്റുകൾ അതിൽ മനസ്സിലാക്കുകയും അതിന് അമാന്തം കാണിച്ചില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ ഇതേമാതിരി ചടുലമായ നീക്കത്തിൻ്റെ ഏറ്റവും മകുടമായ ഉദാഹരണം. കാരണം അവർ പറയുന്നുണ്ട്, ഇപ്പം ഈ വ്യക്തിയെ കണ്ടു എന്ന് പറഞ്ഞ് സംശയിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് 7 മിനിറ്റിനുള്ളിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥ, ഒരു വണ്ടിയും പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവിടെ എത്തി. അതുകൊണ്ട് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പാടില്ല. അവിടെ എവിടെയെങ്കിലും ഒളിച്ചിട്ടുണ്ടാവും. ആദ്യം നോക്കി കണ്ടില്ല. അതിനുശേഷം പോലീസ് ഉദ്യോഗന്മാർ ഇവിടെ പരിശോധിച്ചതിന് ശേഷമാണ് അവസാനം കിണറ്റിൽ നിന്ന്, എല്ലാ സ്ഥലവും പരിശോധിക്കുന്നതുമായ കിണറ്റിൽ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിനെ അവിടെ നിന്ന് ട്രേസ് ചെയ്യാൻ സാധിക്കുമോ, പിടിക്കാൻ സാധിച്ചത്. അതെന്തായാലും ഒരു കാര്യം കൂടി സുഭാഷ് ബാബു, അതായത് ഇപ്പോൾ ഈ ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിരിക്കാം. കാരണം അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല അയാൾ ചാടുന്നത്. കാരണം സ്വാഭാവികമായും ഈ അവിടുത്തെ കുറ്റവാളികളുമായി ഒരു വല്ലാത്തൊരു സൗഹൃദവും ഒക്കെ രൂപപ്പെടാമല്ലോ, മനുഷ്യനാണല്ലോ. പക്ഷേ എന്ന് കരുതി അവർ നിയമത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല. പക്ഷേ എന്നാൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടാവും. താങ്കൾ പറഞ്ഞതുപോലെ ഒരു കുറ്റകരമായ നെഗ്ലിജൻസാണ് അവിടെ നടന്നത് എങ്കിൽ പോലും. പക്ഷേ സഹതടവുകാർ, അവർ ഈ 10ാം ബ്ലോക്കിൽ ഉടനീളമുള്ള സഹതടവുകാരും ഇത് അറിഞ്ഞില്ല എന്നുള്ളത് വിശ്വസനീയമാണോ? അങ്ങനെ അവിശ്വസനീയമായൊരു എലമെൻറ്റ് പറയുന്നത് അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഒറ്റക്കൈ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത്ര വലിയൊരു മതിൽ ചാടിക്കിടക്കുന്നത്? അതിലൊക്കെയുള്ള അവിശ്വാസങ്ങൾ ആൾക്കാർ രേഖപ്പെടുത്തുന്നു. അത് എങ്ങനെയാണ് അതിനെ താങ്കൾ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയ സംശയമുണ്ടാക്കുന്നൊരു കാര്യമാണ്. ഒരു കൈയുള്ള ഒരു മനുഷ്യൻ ഇതേമാതിരി മഴ പെയ്ത് പായൽ പിടിച്ച് പൂപ്പലും പായലും ഒക്കെ പിടിച്ച് കിടക്കുന്ന ആ മതിലിൻ്റെ മുകളിൽ 7.5 മീറ്റർ എങ്ങനെ മുകളിലേക്ക് കയറി? താഴോട്ട് വളരെ ഈസി ആയിട്ട് അത് കെട്ടിയാൽ താഴോട്ടിറങ്ങാം. ഇത് മുകളിൽ കെട്ടണ്ടേ? കെട്ടിയാലേ മുകളിലോട്ട് കയറാൻ പറ്റുള്ളൂ. അത് നമുക്ക് ദുരൂഹതയുണ്ട്. അതെന്തായാലും ശരി, അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ പോലീസില്ല. ഇനി രണ്ടാമത് പോലീസ് റിമാൻഡ് ചെയ്തതിന് ശേഷം നാളെയോ മറ്റന്നാളോ കസ്റ്റഡി വാങ്ങിയിട്ട് രണ്ടാമത് കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു റീകൺസ്ട്രക്ഷൻ എന്ന് പറയും, നമ്മൾ ക്രൈമിൻ്റെ റീകൺസ്ട്രക്ഷൻ. അദ്ദേഹം എങ്ങനെ അത് കയറി എന്നുള്ളത് അദ്ദേഹത്തിനെ കൊണ്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യിക്കുക. വരാത്ത രീതിയിൽ പോലീസിന് പോലും ബോധ്യപ്പെടുള്ളൂ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നടത്താം. കാരണം പോലീസിന് പോലും വിശ്വസനീയമല്ലെങ്കിൽ ഇത് സംഭവിക്കും
എന്നുള്ള ബോധ്യത്തിൽ വേണമല്ലോ തെളിവ് ശേഖരണം നടക്കേണ്ടത്. അത് എങ്ങനെ ഇയാൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരമെങ്കിലും ആ മനുഷ്യനെ കൊണ്ട് അത് കയറി അദ്ദേഹം പറഞ്ഞ പുറകിൽ ഇതിൽ കയറി കാണിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ അദ്ദേഹം കയറി കാണിക്കുകയാണെങ്കിൽ അത് വിശ്വസനീയമായ സാഹചര്യത്തിലാകുകയും ചെയ്യും. അത് തെളിവായിട്ട് വരില്ല, എന്നാൽ തന്നെയും തെളിവിൻ്റെ സമർത്ഥനത്തിന് ആവശ്യമായ തെളിവ് ശേഖരണത്തിന് അത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇങ്ങനെ ഞാൻ പരിശോധിച്ച് നോക്കി എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് കോടതിയെ തെളിവിൽ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് കോടതി അതേ ഈ ദൃശ്യങ്ങളൊന്നും അവിടെ സ്വീകരിക്കില്ല. എന്തായാലും അത് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു. ഇയാൾക്ക് കയറാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയും കയറാൻ സാധിക്കും, ഞാനത് പരിശോധിച്ച് നോക്കി എന്ന് പറയുമ്പോൾ അതിന് വിശ്വാസ്യത കൂടും. അതുകൊണ്ട് എന്തായാലും ശരി, അത് രണ്ടാമത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ച് നോക്കുമെന്ന് സംശയമില്ല. അതിന് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കില്ല, എന്തായാലും പരിശോധിച്ച് നോക്കും എന്നല്ലാണ്ട് നമുക്കിപ്പോൾ അതെങ്ങനെ ആരെന്ത് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം കാണിച്ചു കൊടുക്കണം. ചിലർക്കൊക്കെ സാധിക്കും, അത് ഗോവിന്ദസ്വാമിക്കും പിന്നെ സാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ട്രെയിനിൽ നിന്ന് ഒറ്റക്കൈ കൊണ്ട് തൂങ്ങി മറ്റ് 30 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന മറ്റൊരു ട്രെയിനിലേക്ക് ചാടിക്കയറുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ മുമ്പ് ഇയാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പിന്നെ തെളിവ് ശേഖരണ സമയത്ത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അത് അദ്ദേഹം ചെയ്തതായിട്ട് അനുഭവസ്ഥർ പലരും അത് പറഞ്ഞും കേട്ടിട്ടുണ്ട്. അതൊരു യാചകൻ്റെ പിന്നെ വേഷം കെട്ടി ട്രെയിനിൽ സഞ്ചരിക്കുന്ന അവസരത്തിൽ ഇതേമാതിരി അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് സാധിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് അതിൻ്റെ ശാരീരിക ക്ഷമത അതിന് അനുയോജ്യമായ രീതിയിൽ മാറ്റുകയും അതിനുവേണ്ട തയ്യാറെടുപ്പുകളും എന്തായാലും ശരി അദ്ദേഹത്തിൻ്റെ സഹതടവുകാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയം ഉണ്ടായിട്ടുണ്ടാവും. അവർ പുറത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ ഇപ്പോൾ തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് അവരൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൂടുതൽ തെളിവിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള തെളിവ് പോലീസിന് ശേഖരിക്കാൻ പറ്റും. വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്, കാര്യങ്ങൾ വിവരിച്ചു തന്നതിന് റിട്ടയർഡ് SP ശ്രീ സുഭാഷ് ബാബു, ഒപ്പം ഡോക്ടർ ജയപ്രകാശ്, വളരെ നന്ദി. ഇപ്പോൾ ഇതാ ഈ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ജയിലിലെ തെളിവെടുപ്പിന് ശേഷം ഗോവിന്ദച്ചാമിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. 7:24 രാവിലെ ഈ വാർത്ത ആദ്യം ലോകത്തെ അറിയിച്ചത് കൈരളി ന്യൂസാണ്. അതിനുശേഷം നടന്ന ഓരോ സംഭവവികാസങ്ങളും നമ്മൾ ജനങ്ങൾക്ക് മുമ്പിൽ നൽകുമ്പോൾ ഇപ്പോഴിതാ തെളിവെടുപ്പിലേക്കാണ് എത്തിയിരിക്കുന്നത്. തെളിവെടുപ്പിന് ശേഷം ഗോവിന്ദച്ചാമിയുമൊത്തുള്ള തെളിവെടുപ്പിന് ശേഷം ഇതാ പോലീസ് ഗോവിന്ദച്ചാമിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നു.